ദക്ഷിണ ഹിമാലയം, തിരുപ്പറംകുൻട്രം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. മുരുകന്റെ 6 പടൈ വീടുകളിൽ ആദ്യത്തെ പടൈ വീടാണ് തിരുപ്പറംകുൻട്രം. ശൈവ ആരാധനാ പാരമ്പര്യത്തിൽ നിലകൊള്ളുന്നതാണ് ഈ മഹാക്ഷേത്രം. തമിഴ്നാട്ടിലെ മധുരയിൽ നിന്ന് 7 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ പുരാതന ക്ഷേത്രം നിലകൊള്ളുന്നത്. കലിയുഗം വാഴും വേൽമുരുകൻ, കരിമുഖ സോദരൻ ആറുമുഖൻ, അറിവിൻ്റെ സാഗരം തിരുക്കുമരൻ, പാടുക നാവേ പാടുക നീ. സുരപത്മൻ, സിംഹമുഖൻ, താരകാസുരൻ എന്നീ അസുര സഹോദരന്മാർ കൊടും തപസ് ചെയ്ത് ശിവനെ പ്രത്യക്ഷപ്പെടുത്തി ശിവനിൽ നിന്ന് ദിവ്യായുധങ്ങളും ശിവപുത്രനിൽ നിന്ന് മാത്രമേ മരണം സംഭവിക്കൂ എന്ന വരവും നേടി. പരബലത്തിൽ ദുരാചാരികളായ അവർ സർവലോകവും കീഴടക്കി ദുർഭരണം തുടർന്ന് ദേവന്മാരുടെ അപേക്ഷ പ്രകാരം മഹാദേവനിൽ നിന്ന് മുരുകൻ ജനിച്ചു. ശിവൻ മുരുകന് ദിവ്യായുധങ്ങൾ നൽകി. പാർവതീദേവി മുരുകന് ദിവ്യവേലും സമ്മാനമായി നൽകി. പിന്നീട് നടന്ന ഘോരയുദ്ധത്തിൽ മുരുകൻ എല്ലാ അസുരന്മാരെയും വധിച്ചു. ശരിക്കും ഇന്നത്തെ യാത്ര വളരെയധികം മനസ്സിന് സന്തോഷം പകരുന്നതും ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു യാത്രയാണ്. തിരുപ്പറംകുൻട്രം മുരുകൻ ക്ഷേത്രം 6-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യരാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ്. എന്തോ നിർമ്മിതിയാണ്. ശരിക്കും അത് നേരിട്ട് കണ്ടു മനസ്സിലാക്കണം. നമ്മൾ ഇതിലൂടെ ആ മണ്ഡപങ്ങളും അവിടുത്തെ പ്രതിഷ്ഠയും ഓരോരോ ക്ഷേത്രത്തിൻ്റെ ഘടനയും അതിൻ്റെ നിർമ്മാണ രീതിയൊക്കെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിളായിട്ടുള്ള കാര്യമല്ല. തീർച്ചയായിട്ടും ഒരാൾ, പ്രത്യേകിച്ചൊരു ഹിന്ദു, ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ്. 6-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യരാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. ശ്രീകോവിലിന് മുന്നിൽ 3 മണ്ഡപങ്ങളാണുള്ളത്. മഹാമണ്ഡപം, അർദ്ധമണ്ഡപം, കമ്പത്തടി മണ്ഡപം. അസാമാന്യ ഉയരമുള്ളതും കൊത്തുപണികളാൽ സമ്പന്നമാക്കപ്പെട്ടതുമാണ് ഓരോ മണ്ഡപവും. ദ്രാവിഡ ശില്പകലയുടെ സൗന്ദര്യം ഓരോ മണ്ഡപത്തിനെയും ആകർഷകമാക്കുന്നു. മണ്ഡപത്തിലെ കൂറ്റൻ തൂണുകളിൽ ദേവീദേവന്മാരുടെ ശില്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. മണ്ഡപത്തിൻ്റെ വശങ്ങളിൽ പൂജാദ്രവ്യങ്ങളും മറ്റ് ആത്മീയ സാധനങ്ങളും വിൽക്കുന്ന അനേകം കടകളുണ്ട്. മഹാമണ്ഡപത്തിലെ കാഴ്ചകൾ കണ്ട് അത്ഭുതപ്പെട്ടു പോകും നമ്മൾ. അത്രയ്ക്കും മനോഹരമാണ് ഓരോ മണ്ഡപത്തിൻ്റെയും നിർമ്മിതി. മനോഹരമായ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറിയാൽ തന്നെ ശരിക്കും നമ്മൾ അതിശയിച്ചു പോകും. ഇന്ന് വരെ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളും നമ്മൾ മറന്നുപോകും. അത്രത്തോളം അഗാധമായ പാണ്ഡിത്യത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രം. ക്ഷേത്രത്തിനുള്ളിൽ മുരുകനെ, മറ്റുള്ള ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങളൊക്കെ മല തുറന്ന്, ഗുഹ പോലെ മല തുറന്നിട്ട് അതിനുള്ളിൽ പാറക്കല്ലിൽ തന്നെ കൊത്തിയെടുത്തിരിക്കുകയാണ്. വളരെ മനോഹരമാണ്. ശരിക്കും ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട. ആദ്യത്തെ മണ്ഡപം കഴിഞ്ഞുള്ള കൂറ്റൻ വാതിലാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്.
ശില്പഭംഗിയാൽ മനോഹരമാക്കിയ കൂറ്റൻ കവാടം. അവിടെ പടിയിൽ തൊട്ട് നമസ്കരിച്ചാണ് ഭക്തർ ഉള്ളിലേക്ക് കടക്കുക. ഓരോ മണ്ഡപത്തിലും ആകർഷകമായ കൂറ്റൻ തൂണുകളാണുള്ളത്. അതിൻ്റെ ശില്പഭംഗി ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. എല്ലാം മുരുകനിൽ സമർപ്പിച്ച് മുരുക മുരുക എന്ന വിളികളോടെ ശ്രീകോവിലിൽ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് ഭക്തർ. അസുരനായ ശൂരപത്മനെ വധിച്ച ശേഷം ഇന്ദ്രപുത്രിയായ ദേവയാനിയെ മുരുകൻ വിവാഹം കഴിക്കുന്നത് ഇവിടെ വെച്ചാണ്. ആ വിവാഹത്തിൽ പങ്കെടുക്കാൻ സർവ്വദേവീദേവന്മാരും ഇവിടെ എത്തിയിരുന്നു. മഹാദേവന്റെ വാഹനമായ നന്ദികേശനും മുരുകന്റെ വാഹനമായ മയിലും ഗണേശന്റെ വാഹനമായ എലിയും ഒന്നിച്ചിരിക്കുന്ന മനോഹരമായ നിർമ്മിതി. ഇത് ലക്ഷ്മി തീർത്ഥക്കുളമാണ്. ദേവയാനിയുടെയും മുരുകൻ്റെയും വിവാഹത്തിനു വേണ്ടി മഹാദേവൻ നിർമ്മിച്ച കുളമാണിത്, ലക്ഷ്മി തീർത്ഥം. വേറെയും കുളങ്ങളുണ്ട്, നമുക്ക് കാണാം. ഇത് ലക്ഷ്മി തീർത്ഥക്കുളം. ഈ കുളത്തിലേക്ക് ഭക്തർക്ക് പ്രവേശനമില്ല. പായൽ നിറഞ്ഞു കിടക്കുന്ന കുളം ഉത്സവ സമയത്ത് മാത്രമാണ് ക്ഷേത്ര ആവശ്യത്തിന് ഉപയോഗപ്പെടുത്തുക. മുരുകന്റെയും ദേവയാനിയുടെയും വിവാഹ സമയത്ത് മഹാദേവൻ നിർമ്മിച്ചതാണ് ലക്ഷ്മി തീർത്ഥക്കുളം. കുളത്തിൻ്റെ ഒരു വശത്ത് സ്കന്ദമലയുടെ ഒരു ഭാഗം വന്ന് ചേരുന്നുണ്ട്. മലയോട് ചേർന്ന് തന്നെയാണ് ഈ കുളം നിർമ്മിച്ചിട്ടുള്ളത്. ആ പടിയുടെ ഭാഗത്താണ് മല വന്ന് ചേരുന്നത്. ആ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. ലക്ഷ്മി തീർത്ഥക്കുളത്തിൻ്റെ കരയിൽ നിന്ന് കുളത്തിലേക്ക് ചേർന്ന് നിൽക്കുന്ന സ്കന്ദമലയുടെ മനോഹര ദൃശ്യങ്ങൾ പകർത്തുകയാണ് ഒരമ്മ. ഈ മലമുകളിലാണ് കാശി വിശ്വനാഥ ക്ഷേത്രം. മലമുകളിലെ ക്ഷേത്രത്തിൻ്റെ മനോഹര കാഴ്ചകൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ക്ഷേത്രത്തിനരികിലെ പാർക്കിംഗ് സൗകര്യമാണ്. നിത്യവും 100 കണക്കിന് വാഹനങ്ങൾ ഇവിടെ എത്താറുണ്ട്. പാർക്കിങ്ങിൽ നിന്ന് മലയുടെ മനോഹരമായ കാഴ്ച. പ്രഭാത കാഴ്ചയാണിത്. പുലർച്ചെ 6 മണിക്ക് നേർത്ത മഞ്ഞിൽ കുളിച്ച് തിരുപ്പുറം കുണ്ടം ക്ഷേത്രവും സ്കന്ദമലയും പ്രിയപ്പെട്ടവരായ നിങ്ങൾക്ക് മുരുകന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോട് നന്ദി, നമസ്തേ, വണക്കം.